മുനിജനവന്ദിത മുരഹരബാലം മുനിജനവന്ദിത മുരഹരബാലം മുരളീലോലം മുകുരകപോലം മുരളീലോലം മുകുരകപോലം അനന്തശയാനം അരവിന്ദനയനം അനന്തശയാനം അരവിന്ദനയനം വന്ദേ മധുസൂദനം കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം. വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളത് എന്നതൊരു വളരെ സ്പെഷ്യൽ സ്ഥലമാണ്. നമുക്കത് പറഞ്ഞു തുടങ്ങാം. വളരെ മനോഹരമായ ആ ഗാനം കേട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, വളരെ മനോഹരമായ ഒരു ഗാനം കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ തന്നെ അറിയാലോ, ഊഹിച്ച് കാണും പ്രേക്ഷകർ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടക്കൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരുപാട് അയ്യപ്പന്മാര്, ശബരിമല മകരവിളക്കിന്റെ സമയം കൂടി ആയതുകൊണ്ട് ഒരുപാട് അയ്യപ്പന്മാരിങ്ങനെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നു. അതല്ലാതെ തന്നെ സാധാരണ എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെ വലിയ തിരക്കുണ്ട്. ആ തിരക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൗമാര കലാ മാമാങ്കത്തിന് തിരി തെളിയുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ ആ രീതിയിലും ഇന്ന് തിരുവനന്തപുരം ഇങ്ങനെ നഗരത്തിൽ ഒരുപാട് പേര് ഒഴുകിയെത്തുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇത് ധനുമാസം 20-ാം തീയതിയാണ്, ജനുവരി 4-ാം തീയതി അല്ലേ പ്രജിത്ത്? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ശനിയാഴ്ച ദിനമാണ്. അതിന്റെ ഒരു ആലസ്യമൊന്നും നമുക്കാർക്കുമില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത് ഇല്ലാന്നറിയാം. മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനൊക്കെയുമായി ഇറങ്ങി ഒരുപാട് പേരുണ്ട്. പിന്നെ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ എനിക്കൊരു സംശയം, ഈ അതിന്റെ ആലസ്യമൊന്നും, ഉറക്കത്തിന്റെ ആലസ്യമൊന്നും ഇല്ലാന്ന് എടുത്തു പറഞ്ഞ എന്താ പ്രജിത്ത്? അത് നമ്മുടെ ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് അറിയാലോ. അപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഇത് അനന്തന്റെ മണ്ണാണ്. പക്ഷെ ഇന്ന് അനന്ത കലാപുരിയായി മാറിയിട്ടുണ്ട് അല്ലേ? ഒരു കലാമാമാങ്കം ഒരു 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ തലസ്ഥാന നഗരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഉണർവ് നമ്മുടെ ഈ നഗരത്തിനാകെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ നമ്മുടെ പ്രതിഭകൾ, നമ്മുടെ അത്ഭുത പ്രതിഭകൾ, അവരുടെ പ്രകടനങ്ങൾ അതുകൊണ്ട് വിസ്മയമാകാൻ പോവുകയാണ് ഈ കലാനഗരം എന്ന് പറയാം. ഇന്ന് മുതൽ അടുത്ത 5 ദിവസം. അതെ, അപ്പൊ അതിന്റെ ഒരു ആവേശത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങാം. അപ്പൊ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ. ഇനിയിപ്പോൾ പോകെ നമുക്ക് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. അപ്പൊ നമുക്കൊന്ന് മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അല്ലേ, പതിയെ നമ്മൾ നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഡേറ്റ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ജനുവരി 4 ശനിയാഴ്ചയാണ്. കൊല്ലവർഷം 1200, ധനുമാസം 20. വളരെ വിശദമായിട്ട് തന്നെയാണ് പ്രജിൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ചരിത്രമുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേർന്ന മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ ഈ മോർണിംഗ് വാക്ക് തുടങ്ങുന്നത്. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നതും അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. അല്ലെ, ക്ഷേത്രാങ്കണത്തിൽ തന്നെ പറയാം. അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് പോലും നല്ല തിരക്ക്. നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. എപ്പോഴും എല്ലാ ദിവസവും ഈ രീതിയിൽ തന്നെയാണ് അനന്ത പത്മനാഭന്റെ മുന്നിൽ എന്നാണ് നമ്മുടെ ഇവിടുത്തുകാരൊക്കെ പറയുന്നത്. അപ്പോൾ പോകെ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ വരാം. വെളിച്ചം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ പത്മതീർത്ഥക്കുളവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോയാലോ? ആദ്യ വാർത്ത നമുക്ക് തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ കലോത്സവം തന്നെയാണ്. കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ അവിടെ കണ്ടിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്നു. മനോഹരമായ ഘോഷയാത്ര, സ്വർണ്ണക്കപ്പുമായി വന്നവരെ ആനയിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ന് ഉദ്ഘാടനം, അതോടുകൂടി തന്നെ മത്സരങ്ങൾ അങ്ങനെ തുടങ്ങുകയാണ്. സെൻട്രൽ സ്റ്റേഡിയം മുതൽ മറ്റെല്ലാ വേദികളിലും ഇന്ന് മത്സരങ്ങൾ അരങ്ങേറും. പ്രധാനപ്പെട്ട മത്സരങ്ങളായ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, അറബനമുട്ട്, അങ്ങനെ കുറേ മത്സരങ്ങൾ ഇന്ന് തന്നെ ഉണ്ട്. അപ്പോ അനന്ത കലാപുരിയിലേക്ക് 63ാമത് കേരള സ്കൂൾ അനന്തകലാപുരി പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കോ സ്പോൺസേർഡ് ബൈ പുതിയ തുടക്കം ആരോഗ്യത്തോടൊപ്പം ഔഷധി. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. വർഷങ്ങൾ മറിഞ്ഞോട്ടെ, സമ്മാനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡ്. NCD ജനുവരി 10 മുതൽ.
അപ്പോൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി എന്ന് പറയാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24 വേദികളും ഉണരാൻ സമയമാവുന്നു. എല്ലാ വേദികൾക്കും പേര് നദികളുടെ പേരുകളാണ്. അത് വളരെ മനോഹരമാണ്. കാരണം ഓരോ വർഷവും നമ്മളിങ്ങനെ ഓരോ പേരുകൾ ഉണ്ടാകും, വേദികൾക്ക് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ തീമാറ്റിക് ആയിട്ടുള്ളത് സാധാരണഗതിയിൽ സാഹിത്യകാരന്മാരുടെ പേരുകൾ, സ്ഥലപ്പേരുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ നദികളുടെ പേര് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടാകാം. കുറേ ഞാൻ നോക്കിയിരുന്നു, അപ്പോൾ പ്രജിൻ വേറെ ഒന്നും കണ്ടില്ല. പക്ഷേ ഈ നദികളുടെ പേര് വച്ച് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ ഞാൻ ഇന്നലെ പോയിരുന്നു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയും തയ്യാറാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കായിട്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു JNU ഹോസ്റ്റലിൽ ഇങ്ങനെ നദികളുടെ പേരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ ഇന്ന് കാത്തുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് കൗതുക കാഴ്ചകളും മനോഹരമായ ആനന്ദ നടനങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമുണ്ട്. അതിന് നൃത്താവിഷ്കാരം 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുകയും ചെയ്യും. അതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ഈ കലാമാമാങ്കം. അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 41 കലാകാരന്മാരാണ് അവതരണ നൃത്തത്തിൽ ആദ്യമായി വേദിയിലെത്തുന്നത്. കഥകളി, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, കളരി, ദഫ്മുട്ട്, മാർഗം കളി, ഗോത്രകല എന്നിങ്ങനെ കാഴ്ചയുടെ വർണ്ണവസന്തം തീർക്കുന്നതാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം. ശ്രീനിവാസൻ തൂണേരി രചിച്ച് കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയത്തിലെയും 44 വിദ്യാർത്ഥികൾ ചേർന്നാണ് വേദിയിലെത്തിക്കുന്നത്. കവാല സാറ് ഒരു ട്യൂണ് തന്നു. ആ ട്യൂണിൻ്റെ അനുസരിച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ ചെയ്തു കൊടുത്തു, അത് സെലക്റ്റായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കാര്യമായിട്ട് വരുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകം, പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ കവിതയിലൂടെ അല്ലെങ്കിൽ പാട്ടിലൂടെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നാളെ കേട്ടതിന് ശേഷം കേൾവിക്കാരാണ് തീരുമാനിക്കേണ്ടത്. വയനാട് വെള്ളാർമല GSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. തുടർന്നാകും വേദികൾ സജീവമാവുക. ടീം 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. അത് ഇനി മുതൽ അടുത്ത 4 ദിവസം അതിങ്ങനെ നിറഞ്ഞു തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അനന്തന്റെ മണ്ണിലാണ്. നമ്മുടെ പിന്നിൽ കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രചിനത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പത്മതീർത്ഥക്കുളം ശാന്തമായി കിടക്കുകയാണ്. ഇവിടെ എത്തുന്ന ഭക്തന്മാർ പത്മതീർത്ഥക്കുളവും ദർശിക്കും. അതിൽ ധാരാളം മീനുകളുണ്ട്. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലുള്ള പോലെ മീനൂട്ട് അത്ര വലിയതില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഭക്തർ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സുരക്ഷയുടെ കാരണം. അതുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസിൽ ഈ കുളത്തിനരികിലേക്കൊന്നും ഭക്തർ പോയി അവിടെ നിന്ന് ആ കാഴ്ചകൾ കാണുന്നു എന്നുള്ളതേ നമ്മൾ കാണുന്നുള്ളൂ. അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു സുരക്ഷ എല്ലാ കാലവും വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ്. ഇവിടുത്തെ നിലവറകളും ഇവിടുത്തെ നിലവറകൾക്ക് അകത്തുള്ള അമൂല്യമായ രത്നങ്ങളും അതിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും ക്ഷേത്രക്കുളത്തിനടിയിൽ തന്നെ നിധിയുണ്ട് എന്നുള്ള ഒരുപാട് അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഇതുമായി അതിന്റെ എനിക്ക് തോന്നുന്നു ആ രഹസ്യങ്ങളെ തന്നെ നിൽക്കുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി അല്ലേ. ആദിശേഷൻ അല്ലെങ്കിൽ ഈ എന്താണ് അനന്തശയനം എന്നൊക്കെ പറയുന്ന ആ കോൺസെപ്റ്റും എല്ലാം അതിനകത്തുള്ള വിഗ്രഹങ്ങളും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് അനന്തശയനം. വളരെ ചുരുക്കമേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ അതിന്റെ ഒരു കൗതുകവും ഇപ്പൊ നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കെട്ടിവിടഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അതിന്റെ ഒരു സൗന്ദര്യവും അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം ഇന്നു മുതൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കിലേക്ക് പോവുകയാണ്. ഇന്നലെ തന്നെ ഒരുപാട് പേർ സ്റ്റേജൊക്കെ ആയോ, റെഡിയായോ, വേദികളായോ എന്നൊക്കെ കാണാൻ കുടുംബമായിട്ട് വൈകിട്ട് നമ്മൾ ഒരുപാട് പേരെ കണ്ടിരുന്നു പ്രജിൻ. പിന്നെ ആരെല്ലാം എത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും മാറ്റുരയ്ക്കുന്ന വേദികളിലേക്ക് നമ്മൾ ഇന്ന് പകൽ മുഴുവനും പോകും. അവിടുത്തെ കാഴ്ചകളൊക്കെ
നിങ്ങളെ കാണിക്കും. അതിനു മുൻപ് ഉദ്ഘാടനം തന്നെയായിരിക്കും. നമുക്ക് അവിടെ നിന്ന് വിവരങ്ങളുമായി ആരെല്ലാമാണ് ചേരുന്നത്? നമുക്ക് സജോ ദേവസ്യ ഉണ്ട്, സലീം മാലിക് ഉണ്ട്, നമ്മുടെ മേഘന മുരളി ഉണ്ട്. 3 പേരും തയ്യാറായി അനന്ത കലാപുരി എന്ന നമ്മുടെ കലോത്സവ നഗരിയിൽ നിൽക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് 3 പേർക്കും. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേദികൾ ഓരോന്നായി ഉണർന്നു തുടങ്ങും. പിന്നെ കലാപൂരമാണ്. അപ്പോൾ എന്താണ് സജോ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ? പ്രജിൻ, സജോയും മേഘ്ന മുരളിയും എന്നോടൊപ്പം ഉണ്ട്. സ്മിത, പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ഒരുങ്ങുകയാണ്. അത് അതിന്റെ എല്ലാ നിറങ്ങളോടും എല്ലാ വൈബുകളോടും കൂടി തിരുവനന്തപുരം തകർക്കാൻ ഒരുങ്ങുകയാണ്. കലാപൂരത്തിന് 9 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കലാപൂരം അത് അതിന്റെ എല്ലാ ഭംഗിയോടും കൂടി എല്ലാ ചാരുതയോടും കൂടി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയമാണ്. ആദ്യം ഇത് ഭാരതപ്പുഴ എന്നായിരുന്നു ഈ വേദിക്ക് പേരിട്ടിരുന്നത്. അതിനുശേഷം MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി MT നിള എന്ന് പേര് മാറ്റിയ ഈ പ്രധാന വേദി, ആ പ്രധാന വേദിയിൽ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നിറങ്ങളാൽ സമ്പന്നമായി കഴിഞ്ഞു. വലിയ പ്രൗഢഗംഭീരമായൊരു വേദി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. മാത്രമല്ല ഈ MTയോടുള്ള ആദരസൂചകമായി ഇതിന്റെ ഏറ്റവും മുൻപിൽ തന്നെ MTയുടെ നിള എന്ന ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാ നദിയാണ് എനിക്കിഷ്ടം എന്ന് ഈ വേദിയോടും MTയോടുമുള്ള ആദരസൂചകമായി ഇവിടേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. മാത്രമല്ല ഈ ഇത്തവണത്തെ പ്രത്യേകത ഗോത്ര കലാമേള ഉൾപ്പെടെയുള്ള വിവിധ കലാമേളകൾ ആദ്യമായി കലോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇത്തവണത്തെ ഈ കലാമേളയ്ക്കുണ്ട്. മാത്രവുമല്ല വലിയ കൗതുകങ്ങൾ ഓരോന്നായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വെള്ളാർമല സ്കൂളിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓരോ കലാമത്സരങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന കലാപൂരം എന്ന നിലയിലെ കൺസെപ്റ്റിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ കലാമത്സരങ്ങളുടെ ഔദ്യോഗിക ആരംഭമാവും. അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ അക്കാര്യങ്ങൾ തുടങ്ങും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കും. പിന്നീട് അങ്ങോട്ടൊരു കൊട്ടിക്കയറലാണ്. അതിൽ ഒരു തർക്കവുമില്ലാത്ത വിധം ഈ കലാമത്സരങ്ങൾ തുടക്കമാണ്. ഇവിടെ ഈ പ്രധാന വേദിയിൽ 11:30 ആദ്യത്തെ മത്സരം ആരംഭിക്കുന്നതെങ്കിൽ 11 മണിയോടുകൂടി തന്നെ രണ്ടാമത്തെ വേദി ഉൾപ്പെടെയുള്ള മുഴുവൻ വേദികളും സജ്ജമാകും. 25 വേദികളാണ് ആകെ ഒരുങ്ങിയിരിക്കുന്നത്. ആ 25 വേദികളിലും ഒരേ സമയം കലാമത്സരങ്ങൾ നടക്കും എന്നുള്ളത് മാത്രമല്ല അത് ചരിത്രത്തിന്റെ എല്ലാ ഭംഗികളും നിലനിർത്തുന്ന നിലയിലുള്ള വേദികളാണുള്ളത്. അത് തിരുവനന്തപുരത്തിന്റെയും ഒപ്പം തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക തനിമയെല്ലാം വിളിച്ചോതുന്ന വേദികൾ ഓരോന്നോരോന്നായി ഇവിടേക്ക് അണിഞ്ഞൊരുങ്ങുകയാണ്. രണ്ടാമത്തെ വേദി, പ്രധാന വേദി, അത് ഗവൺമെന്റ് വിമൻസ് കോളേജ് ആണ്. അതിന്റെ ഒരു പ്രൗഢമായ ചരിത്രമുണ്ട്. ഒപ്പം തന്നെ ഈ ഓരോ വേദികൾക്കും പറയാൻ, തിരുവനന്തപുരത്തിന്റെ ഓരോ വേദികൾക്കും പറയാൻ ചരിത്രമുണ്ട്. ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ മാത്രം 6 വേദികൾ ഒരുങ്ങുന്നുണ്ട്. മോഹൻലാൽ ഉൾപ്പെടെ പഠിച്ച അക്ഷരമുത്തശ്ശിയാണ് ഈ ഗവൺമെന്റ് മോഡൽ സ്കൂൾ. അവിടെ 6 വേദികളാണ്, 1ഉം 2ഉമല്ല 6 വേദികളാണ് ആ സ്കൂളിൽ മാത്രം ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ നിശാഗതിയുണ്ട്, ടാഗോറുണ്ട്, ഒപ്പം പൂജപ്പുര സാംസ്കാരിക കേന്ദ്രമുണ്ട്. അങ്ങനെ വേദികൾ പലതാണ്, എല്ലാ നിറങ്ങളോടും. മാത്രമല്ല 24 ടീമും സജ്ജമാണ്. ഇപ്പോൾ എന്നോടൊപ്പം മേഘ്ന മുരളി കൂടി ചേരുകയാണ്. നമ്മളും തകർക്കുകയാണ്. നമ്മുടെ ടീമും ഒരു വലിയ ടീം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്? സ്റ്റോറികൾ ഉണ്ടാവണം, ഒപ്പം ലൈവ് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്? 24 ടീം ഇവിടെ ഈ ഒരു 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടി സർവ്വസജ്ജമാണ്. നമ്മൾ ഇന്നലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് 1 തൊട്ട് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം അത് കളർഫുൾ ആക്കാൻ എന്തൊക്കെ ചെയ്യണം, ആ പരിപാടികളൊക്കെ ഇത്തവണ ചെയ്യുന്നുണ്ട്. അത് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ കലോത്സവം ഇത്തവണ ഗംഭീരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കലോത്സവം വരുമ്പോൾ തിരുവനന്തപുരംകാര് എപ്പോഴും അത് അടിപൊളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഏത് ഉത്സവമാണെങ്കിലും അത് തിരുവനന്തപുരംകാര് അടിപൊളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഇന്ന് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് ഈ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയം, MTയുടെ നിലയടക്കമുള്ള വേദികൾ ഈ ഒരു കലാമത്സരത്തിന് വേണ്ടി വിട്ടുകൊടുക്കും. പിന്നീട് വരുന്ന 5 ദിവസം എന്ന് പറയുന്നത് അത് കലാമാമാങ്കമാണ്, പൂരങ്ങളുടെ പൂരമാണ്. ഈ കലകളുടെ ഒരു ആസ്ഥാനമായി, കലാസ്ഥാനമായി ഈ ഒരു തിരുവനന്തപുരം ജില്ല മാറുന്നു എന്നുള്ളതാണ്. അതിന് 24 ടീമും സജ്ജമാണ്. അതിൽ വിവിധ ഇനം
പ്രത്യേകതകൾ ഇത്തവണ ഉണ്ട് എന്നുള്ള കാര്യം അത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കം അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള പല പ്രത്യേകതകളും ഉണ്ട്. അതിൽ ഈ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ കലാരൂപങ്ങൾ അടക്കമുള്ളവ അല്ലെങ്കിൽ മംഗലംകളി അടക്കമുള്ളവ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ആകർഷിക്കുന്ന ഇനം എന്ന് പറയുന്നത് മംഗലം കളിയാണ്. ആ മംഗലം കളി ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. അതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അതായത് അതെങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് എന്ന് അറിയാനുള്ള ആൾക്കാർ കൂടുതൽ തിരുവനന്തപുരംകാർ ഈ വേദിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ വേദി ഉണരുന്നതേയുള്ളൂ, അതായത് ആൾക്കാർ എത്തുന്നതേയുള്ളൂ. നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ സർവ്വസജ്ജമാണ്. പക്ഷേ ഇവിടത്തേക്ക് വിദ്യാർത്ഥികളും ആൾക്കാരും സംഘാടകരും ഒക്കെ ഒന്ന് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനി ഒരു പ്രവർത്തനങ്ങളും, അതായത് ഇവിടെ ഇനി ഒരുക്കങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്താനില്ല എന്ന് തന്നെയാണ്. അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ ഇങ്ങ് എത്തുക, കൂടാതെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ മത്സര ഇനം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയം ഇപ്പോൾ ഇങ്ങനെ കാലിയായി കിടക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വേദിയുടെ പേര് MTയുടെ നിലയാണ്. അതായത് ഈ നില പോലെ തന്നെ ജനങ്ങളുടെ ഒരു സാഗരം ഉണ്ടാകും. ജനസാഗരം ഈ ഒരു വേദിയിലേക്ക് ഒഴുകിയെത്തും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇനങ്ങൾ കാണാൻ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ വേദികളൊക്കെ നിറഞ്ഞ് ഇവിടെ നമുക്ക് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ജനസാഗരമായി ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയം അടക്കമുള്ള വേദികൾ മാറും. കൂടാതെ മറ്റ് 24 വേദികളുണ്ട്. ഈ 24 അപ്പൊ എന്തായാലും അതിൽ യാതൊരു സംശയവുമില്ല, വലിയൊരു ജനക്കൂട്ടം ഇന്ന് ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സജോ ദേവസ്വം കൂടിയുണ്ട്. സജോ, അപ്പൊ കണ്ണൂരിലേക്കുള്ള കിരീടവുമായിട്ടാണ് സജോ എത്തിയെന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. തിരികെ വീണ്ടും ആ കിരീടം കണ്ണൂരുകാർ കൊണ്ടുപോകും എന്ന് ഉറച്ചു പറയുന്നുമുണ്ട് സജോ. അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ്, ഒപ്പം 24 എത്രമാത്രം സജ്ജമാണ് എന്ന കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ടല്ലോ. ഭക്ഷണം വിളമ്പിക്കൊടുക്കും. അപ്പോൾ സജോയെ സംബന്ധിച്ചിടത്തോളം പല കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഊട്ടുപുരയുടെ ഒരു പ്രതീക്ഷ, അതല്ലാതെ തന്നെ മൊത്തത്തിലുള്ള കലോത്സവത്തിന്റെ പ്രതീക്ഷ? നമ്മള് കളറാക്കും, നമ്മൾ ഒന്നിച്ച് കളറാക്കും. അതായത് യഥാർത്ഥത്തിൽ 57-ലാണ് ആദ്യ കലോത്സവം തുടങ്ങുന്നത്, ഫസ്റ്റ് കലോത്സവം തോന്നുന്നു. അത് 22 ഇനങ്ങളിൽ 300 കുട്ടികൾ മാത്രം വെച്ച് തുടങ്ങിയ കലാമാമാങ്കം എന്ന നിലയ്ക്കാണ് അതിന്റെ തുടക്കം. പക്ഷെ അത് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി വളർന്നിരിക്കുന്നു. 249 അല്ലെ 249 ഇനങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. 5 ഗോത്ര കലാരൂപങ്ങൾ കൂടി അഡീഷണലായി ചേർത്തോടുകൂടി 249 കലാരൂപങ്ങൾ. അതിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് കലാപൂരത്തിനായി എത്തുന്നു എന്ന് തന്നെയാണ്. അതിന്റെ ക്രമീകരണങ്ങൾ സംഘാടന ലെവലിലെല്ലാം വളരെ കൃത്യമായി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 10 മണിയോടുകൂടിയും ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞാൽ മത്സരങ്ങളിലേക്ക് സ്വാഭാവികമായും കടക്കുകയാണ്. അങ്ങനെ ക്രമീകരണങ്ങൾ MD സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദി മുതൽ അങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ എല്ലാ വേദികളിലും ക്രമീകരണങ്ങൾ പരിപൂർണ്ണ സജ്ജമാണ്. അതായത് ഇപ്പൊ ഇവിടെ പതാക ഉയർത്തുന്ന കൊടിമരം നമുക്ക് കാണാം. അതും ഒരു വാദ്യോപകരണത്തിന്റെ സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാന വേദിയായ MD നിലയോട് ചേർന്നാണ് പതാക ഉയർത്തൽ. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ 9 മണിക്ക് പതാക ഉയർത്തുന്നു. അതിനുശേഷം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചടങ്ങിലേക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് മത്സരങ്ങൾ. സ്വാഭാവികമായും കലാമാമാങ്കം എന്ന നിലയ്ക്ക് ഏതെല്ലാം നിലയ്ക്ക് കലോത്സവം, കുട്ടികളുടെ കൗമാര കലാമേള എന്ന നിലയ്ക്ക് കലോത്സവം എത്രത്തോളം ആഘോഷമാണ്, അത് എത്രത്തോളം കുരുന്നുകളെ വലിയൊരു ആഘോഷം എന്ന നിലയ്ക്ക് ഒരു കലാപൂരം ആഘോഷം, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വേദി അവസരം എന്നതൊക്കെ. അങ്ങനെ ആദ്യ കലോത്സവം മുതൽ 63ാമത്തെ കലോത്സവത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വിപുലമായ ഏഷ്യയിലെ തന്നെ സമാനതകൾ അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റ് കലോത്സവ മേളകൾ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നതുപോലും സംശയമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാത്തിനും സജ്ജമാണ്. നമ്മുടെ ടീം 24ഉം പൂർണ്ണമായും സജ്ജമാണ്. കാരണം വിവിധ ഇനങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യം മോഹിനിയാട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യ ഇനം മോഹിനിയാട്ടം, ഭരതനാട്യം, അങ്ങനെ നൃത്തരൂപങ്ങളാണ് ആദ്യം. അതിനുശേഷം വിവിധ മത്സരങ്ങളിലായാണ് അല്ലെ? അതൊന്ന് നമുക്ക് പറയാം സലീമേ. അതായത് ഇന്നത്തെ മത്സരങ്ങൾ ഈ പ്രധാന വേദിയിലെ ആദ്യ ഇനം മോഹിനിയാട്ടമാണ്. ഇന്ന് 11:30ക്കാണ് ഈ മോഹിനിയാട്ടം. പുത്തരിക്കണ്ടം മൈതാനത്തിനെ കുറിച്ച് പറഞ്ഞു, കലവറയെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊരു ഇത്തിരി താല്പര്യം കൂടുതലുള്ള ഒരു ഏരിയയാണത് പുത്തരിക്കണ്ടം മൈതാനം. കാരണം പഴയിടത്തിന്റെ നമുക്ക് പ്രചരില്ലെങ്കിൽ എനിക്കുണ്ട് കേട്ടോ. കാരണം പഴയിടത്തിന്റെ ഭക്ഷണം നമ്മളിപ്പോ എല്ലാ വർഷവും
കലോത്സവത്തിന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും, റിപ്പോർട്ടിങ്ങിന്റെ തിരക്കുകളുണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഏതെങ്കിലും ഒരു സമയത്ത് ഉച്ചയ്ക്കുള്ള സദ്യ ആണെങ്കിൽ കേമായി അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാറുണ്ട്. അപ്പൊ അതുപോലെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെയധികം കൗതുകങ്ങളാണ്. ഒരുപാട് ഓരോ വർഷം പോകുന്നോറും ഒരുപാട് ചരിത്രം കുറിക്കും. മത്സരാർത്ഥികൾ സ്ഥിരമായിട്ട് ഓരോ സ്കൂളുകൾ തന്നെ കപ്പടിക്കുന്നു. ആ രീതിയിലുള്ള ഒരുപാട് ചരിത്രം കുറിക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആവുന്നു. നേരം ഇങ്ങനെ പെരപെരാ വെളുത്ത് വരുന്നു. അങ്ങനെയല്ലേ തിരുവനന്തപുരത്താർ അങ്ങനെയാണോ പറയുന്നത്? കുറച്ചൊരു വ്യത്യാസം ഉണ്ടല്ലോ ഭാഷയ്ക്ക്. നമ്മളിപ്പോ ചില പ്രമോ ഒക്കെ കാണുമ്പോൾ അതറിയാൻ പറ്റും. നൂത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇപ്പൊ വടക്കോട്ട് പോകുമ്പോഴും അവരുടെ ഭാഷകളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു സുരാജ് വെഞ്ഞാറമൂടാണ് അത് ഏറ്റവും കൂടുതൽ ആ രീതിയിൽ തിരുവനന്തപുരം സ്ലാങ്ങിനെ കൊണ്ടുവന്നത്. പിന്നെ മമ്മൂട്ടി അഭിനയിച്ച സിനിമയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ രാവിലെ തന്നെ ഓർമ്മ വരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കലാപരിപാടികൾ നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന ദിവസം കൂടിയാണ്. നേരത്തെ ഞാൻ പറയായിരുന്നു പ്രജിൻ പറഞ്ഞില്ലേ, ഈ ഓരോ സ്കൂളുകളുണ്ടല്ലോ അവർക്കത് അവരുടെ ഒരു അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ കലയിൽ ഒരു ഇനത്തിൽ അവർക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് കിട്ടുക. പാരമ്പര്യം കാത്തു സൂക്ഷിക്കും അല്ലെ, അല്ലെങ്കിൽ ആ ട്രോഫി മറ്റാർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു മത്സര വീര്യം കാണിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. നമുക്ക് ആദ്യം ഒരു ഇനം മാത്രം എടുക്കാം. വൃന്ദവാദ്യം എന്ന് പറഞ്ഞൊരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നെ ചോദ്യങ്ങളില്ല. കഴിഞ്ഞ 21 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ മത്സര ഇനം വൃന്ദവാദ്യ മത്സരത്തിൽ വിജയ് ഒരൊറ്റ പേരേ ഉള്ളൂ. തിരുവനന്തപുരം കാർമൽ സ്കൂളാണ് അല്ലെ. അവരുടെ ഈ വിജയത്തിന് പിന്നിൽ അധ്വാനിയായ ഒരാളുണ്ട്. അതാര് എന്നറിയണം. ഈ റിപ്പോർട്ട് കണ്ടാൽ മനസ്സിലാവും. കലോത്സവം കുട്ടികളുടേത് മാത്രമല്ല, അധ്യാപകരുടേത് കൂടിയാണ്. കഴിഞ്ഞ 21 വർഷമായി വൃന്ദവാദ്യം വിഭാഗത്തിൽ 1ാം സ്ഥാനം തിരുവനന്തപുരം കാർമൽ സ്കൂളിനാണ്. ആ ആധിപത്യത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 21 വർഷമായി സലിൽ മാഷ് കാർമലിലുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ വൃന്ദവാദ്യത്തിൽ കാർമലിന് എതിരാളികളില്ല. ദേവരാജൻ മാഷും രവീന്ദ്രൻ മാഷും MG രാധാകൃഷ്ണനും ഉൾപ്പെടുന്ന മഹാപ്രതിഭകൾക്കൊപ്പം തുടങ്ങിയ സംഗീതയാത്രയാണ് പിന്നീട് അധ്യാപക കുപ്പായത്തിലെത്തിയത്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയേക്കുന്ന മക്കളാണ് ഇവരെല്ലാം. എല്ലാ വർഷങ്ങളും അതുപോലെ കുറേ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. അതിൽ കുറച്ച് കൂടുതലുള്ള പിള്ളേരുണ്ട്. അത് കാരണം കുറച്ചുകൂടെ സ്നേഹം കൂടുതലുള്ള പാട്ടുകളും സംഗീതങ്ങളും നമുക്ക് കൂടുതലും കാർമൽ സ്കൂളിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വൃന്ദവാദ്യം കുറച്ചുകൂടി ഒരു വേറിട്ട രീതിയിലാണ്. അതേപോലെ എല്ലാ വർഷവും ഞങ്ങൾ യൂട്യൂബിൽ നോക്കി കോപ്പി അടിക്കുന്ന പാട്ടല്ല കാർമൽ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത്. വൃന്ദവാദ്യത്തിന് പുറമെ സംഘഗാനം, ദേശഭക്തി ഗാനം എന്നിവയിലും സലിൽ മാഷിന്റെ പിള്ളേരിറങ്ങുന്നുണ്ട്. സാറാണ് ഇവിടുത്തെ ബാക്ക് ബോൺ. നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സാറിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് എത്തുന്നത്. സാറാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഫ്രണ്ട്ലിയാണ്, നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും. സാറ് ഇപ്പം ഒരു ഗ്രൂപ്പ് സോങ് എടുത്ത് കഴിഞ്ഞ വർഷം നവരസമായിരുന്നു, ഇത്തവണ ഋതുഭേദങ്ങൾ. അപ്പം ഓരോ സീസണിനും അതിന് ആപ്റ്റായിട്ടുള്ള രാഗം എടുത്ത് അത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, ഇപ്പം ഓണക്കാലം വരുമ്പോൾ ആരഭിരാഗം, കാർത്തിക വരുമ്പോൾ സരസ്വതി രാഗം, അങ്ങനെ എടുത്ത് സാർ അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള രാഗം എടുത്ത് സാറ് നമുക്ക് ആ ഒരു ടീം സ്പിരിറ്റോടുകൂടി സാർ പഠിപ്പിക്കും. തിങ്കളാഴ്ചയാണ് വൃന്ദവാദ്യ മത്സരം നടക്കുക. ഇതിനായുള്ള പരിശീലനത്തിലാണ്
സലിൽ മാഷും കുട്ടികളും. ക്യാമറമാൻ സിറിലിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് കാർമൽ സ്കൂളിന്റെ ആരാണ് ആ കഠിനാധ്വാനി ആ മനുഷ്യൻ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കൂളിനും ഓരോ കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഈ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ കലോത്സവത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലെ ഓരോ പ്രത്യേകതയുള്ള വ്യക്തികളെയൊക്കെ കാണാറുണ്ട്. അവരുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കലാകാരന്മാരെ, യുവപ്രതിഭകളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ മത്സരാർത്ഥികളെക്കാൾ അവരാണ് ഊണും ഉറക്കവും ഇല്ലാതെ ഇതിന്റെ പുറകെ നടക്കുന്നത്. അതൊക്കെ അർപ്പണം വേണം, വളരെയധികം ആത്മാർത്ഥതയോടെ ചെയ്യണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ പ്രജിൻ, നേരത്തെ ഞാൻ പറഞ്ഞു ഈ മലരോ എന്തെങ്കിലും ഭക്ഷണം ഇട്ട് കൊടുക്കുക മീനൂട്ടൊക്കെ പോലെ അത് ഇവിടെ അനുവദിക്കുമോ എന്ന് അറിയില്ലാന്ന്. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചു അല്ലെ ഇതിന്റെ പുറത്ത്. അതെ, പത്മതീർത്ഥ കുളത്തിനെ കുറിച്ചാണ് ചേച്ചി പറഞ്ഞത്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ പത്മതീർത്ഥ കുളത്തിൽ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കാം. ആർക്ക്? ഇതാ ഈ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്, അത് വലിയ മത്സ്യങ്ങളാണ്. നമുക്ക് ഒന്ന് നോക്കാം. ഇതേ ചേച്ചി എറിഞ്ഞോ, കുറച്ചുകൂടെ വരട്ടെ. കണ്ടോ? അപ്പൊ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അമ്പോ, എല്ലാരും കൂടെ കൂട്ടത്തോടെ ഇങ്ങനെ വരികയാണ്. വലിയ മത്സ്യങ്ങളാണ്. എന്ത് ഭംഗിയല്ലേ, എത്ര മീനുകളാ. മീൻ ചാടുമ്പോ ശരിക്കും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പക്ഷെ വിഷ്വൽ എത്രത്തോളം ക്ലിയർ ആവും അറിയില്ല അല്ലെ. കൃത്യമായി പ്രഷർ കാണാം. പിന്നെ പ്രാവുകളുണ്ട്, ഒരുപാട് പ്രാവുകൾ അവർക്ക് കൊടുക്കുന്ന മലര് കഴിക്കാനായിട്ട് പ്രാവുകളുണ്ട്. ഇതിനിടയിലൂടെ മുങ്ങിയിട്ട് വരുന്നുണ്ട്. ഈ പത്മതീർത്ഥക്കുളത്തിലെ മീനുകൾ വളരെ സുരക്ഷിതരാണ്, മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല. ആരും അവരെ പിടിക്കില്ല. അപ്പോ ഒരു തവണ കൂടെ കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ വാർത്തകളിലേക്ക് കൊടുക്കണം. യെസ്, അപ്പൊ മീനുകളൊക്കെ ഉഷാറാണ്. അപ്പൊ അവരെ കുറച്ചുകൂടെ ഉഷാറായി വരട്ടെ.